This is a poem written by Nizam Ezekiel, and its name is Night of the Scorpion. Now let us go through the poem. I remember the night my mother was stung by a scorpion. I remember the night. ഞാൻ ആ രാത്രി ഓർമ്മിക്കുന്നു. My mother was stung by a scorpion. എൻ്റെ അമ്മയെ ഒരു തേള് കുത്തിയ ആ രാത്രി. 10 hours of steady rain had driven him to crawl beneath a sack of rice. 10 മണിക്കൂറത്തെ ഇടമുറിയാത്ത മഴ അവനെ ഇഴഞ്ഞ ഞങ്ങളുടെ വീട്ടിലെ ഒരു അരിച്ചാക്കിനടിയിൽ ഒളിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചു. 10 hours of steady rain had driven him to crawl beneath a sack of rice. Sack of rice, ഒരു ചാക്ക് അരി. beneath, താഴെ, കീഴെ. crawl, ഇഴഞ്ഞു നീങ്ങുക. Parting with his poison flash of diabolic tail in the dark room, he risked the rain again. തൻ്റെ പൈശാചികമായ വാലിൽ നിന്ന് വിഷം വേർപെടുത്തിക്കൊണ്ട്. Parting with his poison flash of diabolic tail in the dark room, he risked the rain again. അദ്ദേഹം മഴയുടെ കഷ്ടപ്പാടുകളിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിച്ചു. ഫ്ലാഷ്, മിന്നായം പോലെ, ഒരു ഞൊടിയുടെ നേരം കൊണ്ട്. ഡയബോളിക് ടൈൽ, പൈശാചികമായ വാല്. ഇൻ ദ ഡാർക്ക് റൂം, ഇരുട്ടുമുറിയില്. ഹി റിസ്ക്ഡ് ദ റെയിൻ അഗെയിൻ, അയാൾ മഴയുടെ കഷ്ടനഷ്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്, കർഷകർ ഈച്ചപ്പറ്റങ്ങളെ പോലെ കടന്നു വന്നു. ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് ആൻഡ് ബസ്ഡ് ദ നെയിം ഓഫ് ഗോഡ് 100 times, ഈശ്വരനാമം 100 തവണ ജപിച്ചു. ആൻഡ് ബസ്ഡ് ദ നെയിം ഓഫ് ഗോഡ് 100 times. To paralyze the evil one, തിന്മയുടെ ശക്തിയെ തളർത്തുവാൻ. To paralyze the evil one. With candles and with lanterns, മെഴുകുതിരികൾ, പിന്നെ റാന്തൽ വിളക്കുകൾ, ഒടുവിൽ ഒടുങ്ങാത്ത മഴ. With candles and with lanterns, through giant scorpion, throwing giant scorpion shadows, വലിയ ഭീമാകാരങ്ങളാം തേളിൻ നിഴലുകൾ വീഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ മഡ് ബേക്ഡ് വാളുകളിൽ, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ, കളിമണ്ണ് ചുട്ടെടുത്ത് ഉണ്ടാക്കിയ ഭിത്തികളിന്മേല് വലിയ തേളിൻ നിഴലുകൾ ഉണ്ടാക്കിക്കൊണ്ട്. ഈ കർഷകരുടെ നിഴലുകളാണ് ആ വലിയ ഭിത്തിമേലൊക്കെ ഉണ്ടായ വലിയ തേളിൻ നിഴലുകളെന്ന് കൊച്ചുകുട്ടിയായ നിസിം എസെക്കിയേലിന് തോന്നിയത്. They searched for him. അയൽവക്കത്ത് നിന്ന് വന്ന ആ കർഷകരായ അയൽവക്ക സഹോദരന്മാര് തേളിനു വേണ്ടി പരതി. He was not found. അവനെ കണ്ടെത്താനായില്ല. They clicked their tongues. അവരുടെ നാവ് ചലിപ്പിച്ചു. With every moment that the scorpion made his poison moved in mother's blood, they said. അവർ പറഞ്ഞു, തേളിന്റെ സഞ്ചാരദിശയ്ക്ക് അനുസൃതമായി അമ്മയുടെ ശരീരത്തിൽ അവന്റെ വിഷവും സഞ്ചരിക്കും. അമ്മയോട് അവർ പറഞ്ഞു, May he sit still, അവൻ അനങ്ങാതിരിക്കട്ടെ. They said, അവർ പറഞ്ഞു, May the sins of your previous birth be burned away tonight. They said, നിന്റെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളും ഈ രാത്രിയിൽ എരിഞ്ഞില്ലാതാകട്ടെ, അവർ പറഞ്ഞു. May your suffering decrease the misfortunes of your next birth. They said, നിന്റെ യാതനകൾ കുറയട്ടെ, നിന്റെ വരും ജന്മങ്ങളിലെ ദൗർഭാഗ്യങ്ങളും, അവർ പറഞ്ഞു. May the sum of evil be balanced in this unreal world against the sum of good. നിന്റെ തിന്മയും നിന്റെ ഈ ലോകത്തെ നന്മയുമായിട്ട് തുലനം ചെയ്യപ്പെടട്ടെ. Become diminished by your pain. നിന്റെ തിന്മകൾ നിന്റെ വേദനയാൽ ലഘൂകരിക്കപ്പെടട്ടെ. May the poison purify your flesh. ഈ വിഷം നിന്റെ മാംസത്തെ ശുദ്ധി ചെയ്യട്ടെ. Flesh of desire and your spirit of ambition. നിന്റെ ജഡികാഭിലാഷങ്ങളെ ശുദ്ധി ചെയ്യട്ടെ, നിന്റെ ഉത്കർഷേച്ഛകളെ അത് ശുദ്ധി ചെയ്യട്ടെ. They said, and they sat around on the floor with the mother in the center. തിണ്ണയില് അമ്മയെ നടുക്കാക്കി അവർ ചുറ്റുമിരുന്നു. The peace of understanding on each face. ഓരോ മുഖത്തും മനസ്സിലാക്കലിന്റെ ഭാവം. More candles, more lanterns, more neighbors. കൂടുതൽ റാന്തൽ വിളക്കുകൾ, മെഴുകുതിരികൾ, കൂടുതൽ അയൽക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. More insects, കൂടുതൽ പ്രാണികളും. And the endless rain, പിന്നെ ഒടുങ്ങാത്ത മഴയും. My mother twisted through and through. എൻ്റെ അമ്മ ഞെരിപിരി കൊണ്ടു. Groaning on a mat, ഒരു പായിൽ കിടന്ന് ഞരങ്ങിക്കൊണ്ട്. Groan, ഞരങ്ങുക. Twisted, ഞെരിപിരി കൊണ്ടു. Through and through, വീണ്ടും വീണ്ടും. Groaning on a mat. My father, എൻ്റെ അച്ഛൻ, skeptic rationalist, അദ്ദേഹം സംശയാലുവാണ്.
ഒരു യുക്തിവാദിയാണ് അദ്ദേഹം. ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ലാത്ത വ്യക്തിയാണ്. ട്രൈയിങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്, ഓരോ അനുഗ്രഹവും ശാപവും മാറി മാറി അദ്ദേഹം പരീക്ഷിച്ചു. പൗഡർ, പൊടികൾ, മിക്സർ, മിശ്രിതങ്ങൾ, ഹെർബ് ആൻഡ് ഹൈബ്രിഡ്, പച്ചമരുന്നുകൾ, കൂട്ടുമരുന്നുകൾ. ഈവൻ ഹി പോർഡ് എ ലിറ്റിൽ പാരഫിൻ, അല്പം പാരഫിൻ എന്ന മെഴുക് പോലും അദ്ദേഹം അമ്മയുടെ കാലിൽ ചൊരിഞ്ഞൊഴിച്ചു. POUR, പോർ, ചൊരിഞ്ഞൊഴിക്കുക. ഈവൻ പോർഡ് എ ലിറ്റിൽ പാരഫിൻ അപ്പോൺ ദ ബിറ്റൺ ടോ, കടിയേറ്റ് കാൽവിരല്, TOE ടോ, കാൽവിരല്, ആൻഡ് പുട്ട് എ മാച്ച് ടു ഇറ്റ്, എന്നിട്ട് അതിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടു. ഐ വാച്ച്ഡ് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ, അമ്മയുടെ വിരലിന്റെ അറ്റത്ത് തീനാളങ്ങൾ കത്തുന്നത് ഞാൻ കണ്ടു. ഐ വാച്ച്ഡ് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. ഐ വാച്ച്ഡ് ദ ഹോളി മാൻ പെർഫോം ഹിസ് റൈറ്റ്സ് ടു ടൈം ദ പോയിസൺ വിത്ത് ആൻ ഇൻകാന്റേഷൻ. പുണ്യപുരുഷനാം പൂജാരി തന്റെ അനുഷ്ഠാനങ്ങൾ, RITES, അനുഷ്ഠാനങ്ങൾ അല്ലേ ചെയ്യുന്നത് കണ്ടു. ടു ടൈം, എന്തിനു വേണ്ടി? മെരുക്കുവാൻ, ഇണക്കിയെടുക്കുവാൻ. ടു ടൈം ദ പോയിസൺ വിത്ത് ആൻ ഇൻകാന്റേഷൻ, ഒരു മന്ത്രോച്ചാരണത്താൽ. ആഫ്റ്റർ 20 hours, 20 മണിക്കൂറിന് ശേഷം ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റിംഗ്, അതിന്റെ കുത്തൽ വേദന നഷ്ടപ്പെട്ടു. മൈ മദർ ഓൺലി സെഡ്, എന്റെ അമ്മ ഇത്ര മാത്രം പറഞ്ഞു. താങ്ക് ഗോഡ്, ദൈവമേ നന്ദി. ദ സ്കോർപിയോൺ പിക്ട് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. സ്കോർപിയോൺ എന്നെയല്ലേ തെരഞ്ഞെടുത്തത്, എന്റെ കുട്ടികളെ വെറുതെ വിട്ടല്ലോ. സ്റ്റാൻസയുടെ ആദ്യത്തെ സ്റ്റാൻസയുടെ ആശയം എന്താണ്? The poet says that he remembers the night when his mother was stung by a scorpion. Due to heavy rain which continued for 10 hours, the scorpion crawled into their house and hid under the sack of rice. ഒരു ചാക്ക് അരിയുടെ താഴെ ഒളിച്ചിരുന്നു. ഹൈഡിന്റെ പർസൻസ് ആണ് ഹിഡ്. The poet says that after stinging his mother with its diabolic tail, അതിന്റെ പൈശാചികമായ വാലുകൊണ്ട് അമ്മയെ അത് കുത്തിവേദനിപ്പിച്ച ശേഷം, the scorpion went back to the rain outside, പുറമേയുള്ള മഴയിലേക്ക് അത് ഇറങ്ങിപ്പോയി. Hearing about the incident, ഈ സംഭവത്തെ കുറിച്ച് കേട്ടിട്ട് the villagers rushed to the house, ഗ്രാമീണർ വീട്ടിലേക്കെത്തി. However, he was not happy with them, പക്ഷേ ഇങ്ങനെ ഒത്തിരി നാട്ടുകാര് വീടിനുള്ളിൽ ഇടിച്ചു കയറുന്നത് കുട്ടിയായ നിസിമെസക്കേലിന് സന്തോഷമൊന്നും ഉണ്ടാക്കിയില്ല. And calls them swarms of flies, അവരെ ഈച്ചപ്പറ്റങ്ങൾ എന്നാണ് വിളിക്കുക. They buzzed the name of God 100 times, 100 തവണ ഈശ്വരനാമം ജപിച്ചു. To paralyze the evil one, തിന്മയുടെ ശക്തിയെ തളർത്തുവാൻ. The villagers then started searching for the scorpion, ഗ്രാമീണർ പിന്നെ സ്കോർപിയോണിന് വേണ്ടിയുള്ള അന്വേഷണമാണ്. And their shadows themselves seemed to be like giant scorpion shadows on the mud-baked walls of their house. അവരുടെ നിഴലുകൾ അവരുടെ വീടിന്റെ ചെളി കൊണ്ട് ചുട്ടെടുത്ത ആ മതിലുകളിലെ വീണപ്പോൾ ഒരു വലിയ ഭീമാകാരങ്ങളാം സ്കോർപിയൻ നിഴലുകൾ പോലെ കാണപ്പെട്ടു. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസ. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നു, the villagers continued their searching for the scorpion. ഗ്രാമീണര് തുടർന്നു, തുടർന്നു their searching, അന്വേഷണം, for the scorpion, സ്കോർപിയോണിന് വേണ്ടിയുള്ളത്. Because എന്തുകൊണ്ടെന്ന് അറിയാമോ? They believed that the poison will spread across the mother's body. ഈ വിഷം അമ്മയുടെ ശരീരത്തിലൂടെ വ്യാപിക്കുമെന്ന്. With the movement of a scorpion, സ്കോർപിയോണിന്റെ ചലനത്തോടൊപ്പം. They said that mother's pain and suffering would decrease. അമ്മയുടെ വേദനയും യാതനയും കുറയും. The troubles in her next birth, അമ്മയുടെ അടുത്ത ജന്മത്തിലെ കഷ്ടതകളും. They hoped that this sting would purify the poet's mother. Sting, കുത്തൽ വേദന. Sting, stung, അങ്ങനെയാണ് അതിന്റെ വെർബ് ഫോം. Sting, stung, stings, stinging. 5 ഫോമായിട്ട് V1, V2, V3 S ഫോം, ING ഫോമിൽ നമുക്ക് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാണി, അതിന്റെ ഒരു ജീവി, അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തുന്നതിന് സ്റ്റിങ് എന്ന് പറയാം. പക്ഷെ പാമ്പ് കടിക്കുന്നതിന് നമ്മൾ സ്റ്റിങ് എന്നല്ല പറയാ, സ്നേക്ക് സ്റ്റിങ് എന്നല്ല, സ്നേക്ക് ബൈറ്റ് എന്നാണ്. പല്ലുകൊണ്ട് കടിക്കുന്നതിന് നമ്മൾ ബൈറ്റ് എന്നാ പറയാം. ഇനി ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം they all sat around her, അവരെല്ലാവരും അമ്മയ്ക്ക് ചുറ്റുമിരുന്നു. A feeling of understanding was visible on their face, എല്ലാം മനസ്സിലാക്കിയ ഒരു ഭാവം അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നു. ചോദ്യം, what compelled the scorpion to enter into the house? എന്താണ് സ്കോർപിയോണിനെ വീടിനുള്ളിൽ കയറാനായി നിർബന്ധിച്ചത്? What compelled നിർബന്ധിച്ചു the scorpion to enter into the house? ഉത്തരം, the heavy rain which continued for about 10 hours compelled him to enter into the poet's house. കനത്ത മഴ, 10 മണിക്കൂർ നീണ്ടു നിന്ന കനത്ത മഴ, അതാണ് സ്കോർപിയോണിനെ അവരുടെ വീട്ടിലേക്ക് കയറാൻ പ്രേരിപ്പിച്ചത്. What was the problem that the scorpion created when sitting under the sack of rice? ഒരു ചാക്ക് അരിയുടെ കീഴെ ഇരിക്കുമ്പോൾ എന്ത് പ്രശ്നമാണ് സ്കോർപിയോൺ ക്രിയേറ്റ് ചെയ്തത്? He stung the poet's mother with his diabolic tail. കവിയുടെ അമ്മയെ തന്റെ പൈശാചികമായ വാലുകൊണ്ട് കുത്തുകയാണ് ചെയ്തത്.
വേറൊരു ചോദ്യം, where did the scorpion hide in the poet's house? എവിടെയാണ് കവിയുടെ വീട്ടിൽ സ്കോർപിയോൺ ഒളിച്ചിരുന്നത്? He hid under a sack of rice. ഒരു ചാക്ക് അരിയുടെ കീഴെ. How long did it rain? എത്ര നേരം മഴ പെയ്തു? It rained for about 10 hours. How did the scorpion enter the poet's house? കവിയുടെ വീട്ടിൽ എങ്ങനെയാണ് അത് പ്രവേശിച്ചത്? Scorpion crawled into the poet's house. ഇഴഞ്ഞു കയറുകയാണ് ചെയ്തത് പോയറ്റിന്റെ വീട്ടില്.